പെരിന്തൽമണ്ണ നഗരസഭ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രവാസികളടക്കമുള്ളവരുടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി അത് നിർമ്മിച്ചു തുടങ്ങിയതാണ് മോഡേൺ ഇൻഡോർ മാർക്കറ്റ്. അപ്പൊ അവിടെ അന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബഷീർ മാഷ് ഉൾപ്പെടെയുള്ളവര് UDF അധികാരത്തിൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ വ്യാപാരികളുടെ ആ ദുരവസ്ഥ പല പ്രാവശ്യം ഞങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ വ്യാപാരികൾ പറഞ്ഞത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ വരും, പിഴ ചുമത്തും, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കേണ്ടത് ഇപ്പോൾ ഭരിക്കുന്നവരോട് കൂടിയാണല്ലോ. ബഷീർ മാഷ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനാണ്. അവരുടെ അവസ്ഥ പരമദയനീയമാണ്. അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ പരിശോധന നടത്തി പിഴ ഈടാക്കുന്ന എന്നൊരു പരാതി ഉണ്ട് അവർക്ക്. പെരിന്തൽമണ്ണ നഗരസഭ എല്ലാവർക്കും അറിയാമല്ലോ, 30 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അവിടെയുള്ള മറ്റേ ഷോപ്പ് ഉടമകള് ത്യാഗം സഹിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. കഴിഞ്ഞ LDF ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് പാവപ്പെട്ട വ്യാപാരികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഇല്ലാതെ പാവപ്പെട്ട പ്രവാസി മലയാളികളിൽ നിന്ന് 10-17 കോടി രൂപ വാങ്ങി അത് വക മാറ്റി ചെലവഴിച്ച് പല രീതിയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് സംവിധാനത്തിലേക്ക് പോകേണ്ടി വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവടക്കാരെ കഷ്ടപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ നയമല്ല. ഈ കച്ചവടക്കാരും അതുപോലുള്ള വ്യാപാരികള്, അതുപോലുള്ള ഹോട്ടൽ തൊഴിലാളികള്, ഹോസ്പിറ്റലുകളൊക്കെയാണ് പെരിന്തൽമണ്ണ പട്ടണമാക്കുന്നത്. അത് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഇവര് എന്ന് കരുതി വ്യാപാരികൾ അവര് നിയമം ലംഘിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തടയിടാനുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. അല്ല, നിയമം ലംഘിക്കുക എന്ന് പറയുന്ന ഒരു കാരണമുണ്ടല്ലോ. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ മിഠായി കവർ പ്ലാസ്റ്റിക് ആണ്, അതുകൂടാണ്ട് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ 10,000 രൂപ ഒരു കച്ചവടം. വ്യാപാരികളാണ് വളർത്തിയെന്ന് പറയുന്നു. ഈ വ്യാപാരികളെ ദ്രോഹിക്കലില്ല. അതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. പ്ലാസ്റ്റിക്കിന്റെ കവറിൽ മിഠായി വരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം വരുന്നു, ഇതെല്ലാം വിൽക്കാം. ഇതെല്ലാം വലിയ വൻകിട കമ്പനികളുടെയാണ്. ഈ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ ഇതെല്ലാം കടയിലെടുത്ത് വിറ്റാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ കഷ്ണം കണ്ടാൽ അവർക്ക് പിഴ. ഇതെന്ത് വ്യാപാരി ദ്രോഹം എന്നല്ലാതെ വ്യാപാരി പ്രേമം എന്ന് പറയാൻ പറ്റുമോ? ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമല്ല. പ്ലാസ്റ്റിക് കവറുകൾ അത് അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ നിയമമല്ല. പൊതുവെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമായതുകൊണ്ട് ഞങ്ങളത് തുടർന്നു പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നതിലുപരിയായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ ഈ പെരിന്തൽമണ്ണയിലെ ഓടകൾ മുഴുവൻ അടഞ്ഞ് അഴുക്ക് മുഴുവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് റോഡുകളിലൊക്കെ ഒഴുകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പ്ലാസ്റ്റിക് കവറുകളാണ്, പോളിത്തീൻ കവറുകളാണ്. ആ കവറുകൾ ചെന്നടിഞ്ഞ് എല്ലാ മാലിന്യജലവും അവിടെ അടിഞ്ഞ് നേരെ റോഡിലൂടെ പോയി ആകെ മോശമാവുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. നമുക്ക് വ്യാപാരികളെ ദ്രോഹിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. വ്യാപാരികളും അതേപോലെ തന്നെ നഗരസഭയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇപ്പൊ അവിടെ പണി നിന്നിട്ടുള്ള 17 കോടിയോളം രൂപ വാങ്ങി വക മാറ്റി ചെലവഴിച്ച് അവിടെയുള്ള വ്യാപാര ഇൻഡോർ മാർക്കറ്റ് പൂർത്തിയാകാത്തത് ഞങ്ങളുടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ ഇൻഡോർ മാർക്കറ്റ് പൂർത്തിയാക്കി ഒരു ഹൈടെക് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ അർബൻ ചാലഞ്ച് ഫണ്ട് അടക്കം മൊബിലൈസ് ചെയ്യാൻ വേണ്ടി 65 കോടിയുടെ പ്രൊജക്റ്റ് ആക്കി അതിനെ മാറ്റിക്കഴിഞ്ഞു. ആ പ്രൊജക്ട് ഇത് നടക്കുമോ എന്ന് കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴേ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ബഷീർ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവരോട് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചവരുണ്ട്. അതായത് നമ്മുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, APJ അബ്ദുൽ കലാം വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന്. അങ്ങനെ സ്മോൾ ഡ്രീം ഈസ് എ ക്രൈം എന്നാ പറഞ്ഞിരിക്കുന്നത്. ചെറിയ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വളരെ ചെറുതായി പോകും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വലുതായിരിക്കണം. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസയർ ഉണ്ടായിരിക്കണം നമുക്ക്. എന്ന് പറഞ്ഞാൽ ആ സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹം അങ്ങനെ മനസ്സിൽ തികട്ടി വന്ന് അത് ഒരു ആക്ഷനിലേക്ക് മാറണം. അങ്ങനെ ഒരു ആക്ഷനിലേക്ക് മാറുമ്പോഴാണ് ഇതിവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന അതിന് സമയം പിടിക്കും. നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ജനങ്ങൾക്കൊരു ക്ഷമയും വേണം. അപ്പൊ ഈ സാധനം പ്രൊജക്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് വിങ് പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞു.
അതുണ്ടാക്കി കേരള ഗവൺമെന്റിന് പോയി, കേരള ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോയി, അവിടുന്ന് അപ്രൂവൽ കഴിഞ്ഞ് വന്ന് എനിക്ക് സമയം പിടിക്കും. സംശയമൊന്നുമില്ല, ആ കാര്യത്തിൽ സമയം പിടിക്കും. പക്ഷെ ആ സമയം പിടിച്ചാലും ശരി, നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണ്, ലക്ഷ്യം നല്ലതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനൊരു വില്ലുണ്ട്, ആ വില്ലിലേക്ക് വേണ്ടിയുള്ള വേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വേ പ്രകാരം MLA-യുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു MLA നമുക്കുണ്ട്. ആ MLA കൂടെ നിന്നുകൊണ്ട് അത് പൂർത്തിയാക്കി തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതല്ലാതെ 90 കോടി കടത്തിലിരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ട് ആ ഇൻഡോർ മാർക്കറ്റ് ശരിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ വ്യക്തമായി പറയാം. അത് കഴിഞ്ഞകാല ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം വട്ടപൂജ്യമായതാണ് ഈ നാട്ടിലെ പാവപ്പെട്ട കച്ചവടക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രമേണ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാവും. ക്ഷമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ വ്യാപാരികൾ ക്ഷമിക്കുക. കാരണം അടുത്ത കാലത്തെങ്കിലും എന്തായാലും മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ കാര്യം നിങ്ങൾ സ്വപ്നം കണ്ടോളൂ. വലിയ സ്വപ്നം കാണാമെന്നാണ് നാലകത്ത് ബഷീർ മാഷ് പറയുന്നത്. വലിയ സ്വപ്നം കണ്ടോളൂ, എന്തെങ്കിലും ഒരിക്കൽ സാധിച്ചേക്കും. അതുവരെ ഇടയ്ക്കിങ്ങനെ നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പരിസ്ഥിതി നടക്കില്ലെങ്കിലും പരിശോധനയ്ക്ക് വരും. അപ്പോൾ അവിടെ അല്ലേലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ആ വെള്ളം കെട്ടിക്കിടക്കണ കണ്ടാലും പിഴ ചുമത്തും. അപ്പൊ സഹിക്കുക, ക്ഷമിക്കുക, എന്തെങ്കിലും ഒരിക്കൽ അതൊക്കെ ശരിയാവുമെന്ന് സ്വപ്നം കാണുക. ഞാൻ പറഞ്ഞതല്ല, ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ പ്രൊഫസർ നാലകത്ത് ബഷീർ പറഞ്ഞാണ് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. എന്നെങ്കിലും ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്കപ്പുറം ചിലപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായേക്കാം. അങ്ങനെയല്ലേ മാഷേ? അങ്ങനെയല്ല, നമ്മള് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. എപ്പോഴും വ്യാപാരികളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. ഞങ്ങൾ കാണുന്നത് സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള സ്വപ്നമല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഉണർന്നിരുന്ന് കാണുന്ന സ്വപ്നമാണ് ഞങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിന്റെ കാലപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പൊ വീണ്ടും മാഷ് പറഞ്ഞു, സ്വപ്നം രാത്രി ഉറങ്ങുമ്പോഴുള്ള സ്വപ്നമല്ല, അവര് കണ്ടുകൊണ്ട് ഉറങ്ങാതിരുന്ന് കാണുന്ന സ്വപ്നം. അപ്പൊ എല്ലാവരും ഉറങ്ങാതിരുന്നു സ്വപ്നം കാണുക. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം ഇവരുടെ ഭാഗത്തുണ്ട്. പിന്നെ മാഷ് പറഞ്ഞ പോലെ 90 കോടി കടമുള്ള നഗരസഭയിൽ നിന്ന് 1 രൂപ എടുത്ത് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചും അതിലൂടെ നീങ്ങി പദ്ധതി നടപ്പാക്കും. വ്യാപാരികളോട് ഒരുപാട് സ്നേഹമുണ്ടെന്നാണ് മാഷ് പറയുന്നത്. ഉപദ്രവിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. പിന്നെ നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സ്വപ്നം കാണുന്ന കാര്യത്തിൽ ആരും മുടക്കു വരുത്തണ്ട. ഓക്കെ, എല്ലാവരും സ്വപ്നം കാണുക. എപ്പോഴെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ഹായ്. ഓണം ഓഫറിൽ ടിവിയും ഫോണും വാങ്ങണം, അതല്ലേ പ്ലാൻ? നല്ല പൊളി ഓഫറുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, നമ്മൾ റെഡിയല്ലേ? കമ്പ കെട്ട് പൊട്ടട്ടെ, മുണ്ട് മടക്കി കുത്തട്ടെ, ചെണ്ടമേളം കൊട്ടി കയറി കേരളക്കര ഞെട്ടട്ടെ. മാവേലി വരുമോ, സമ്മാനങ്ങൾ തരുമോ, തന്നാലും ഇല്ലേലും നോൺ സ്റ്റോപ്പ് ആഘോഷം. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ഓക്സിജൻ ന്യൂ ജെൻ ഓണം ഓഫർ. 25 സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനം. ഓഫർ മാത്രമല്ല, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ. ഈ ഓണം പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്.